അല്ല, നിങ്ങളുടെ ആൾക്കാർ തന്നെ വിളിച്ച് പറഞ്ഞ നനഞ്ഞ് അവിടെ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ഇന്നലെ എന്തോ ടാർപാളിൻ പൊളിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ഞാൻ അതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ അവരെ നമുക്ക് തണുപ്പിക്കണം അല്ലേ? പ്രകൃതി തന്നെ തണുപ്പിക്കുകയാണ്. പക്ഷെ അവരുടെ സമരത്തിൻ്റെ വീര്യം കുറച്ച് കടുപ്പാണ്. ഈ സമരം ചെയ്യുന്ന ആളുകൾ നനയാതിരിക്കാൻ വേണ്ടി കെട്ടിയ പന്തൽ വരെ അഴിച്ചു മാറ്റി. അല്ല, അതൊക്കെ സർക്കാർ സംവിധാനത്തിൻ്റെ തീരുമാനം. അതൊന്നും ചോദ്യം ചെയ്യാനില്ല ഞാൻ വന്ന്. അവർക്ക് അവരുടെ ദേഹത്തിട്ടിരിക്കുന്ന ഇതൊന്നും ഇനി ആരും അഴിച്ചു കളയത്തില്ലല്ലോ. അപ്പോൾ അതിന് ആ വഴിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് തൽക്കാലം അത്രയും. നാളെ ഞാൻ ഇതിനായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. സംസാരിക്കണം. അത് നഡ്ഡാജിയായിട്ട് സംസാരിക്കണം. അത് കഴിഞ്ഞ് ആവശ്യമാണെങ്കിൽ പ്രധാനമന്ത്രിയെടുത്തും സംസാരിച്ച് എന്താണെന്ന് നോക്കണം. ഇതെവിടെയൊക്കെ ഇങ്ങനെയുള്ള സമരങ്ങൾ നടക്കുന്നു, ഒരു പരിഹാരം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അടക്കമുള്ള സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ. എനിക്ക് തോന്നുന്നു പത്രസമൂഹം ഒരു സമരം തുടങ്ങി വെച്ച് ഇത് ഇവർക്ക് നേരിട്ട് ഒരു ഇടയാളുമില്ലാതെ ഒരു ദല്ലാളുമില്ലാതെ ഇവരുടെ കയ്യിൽ കൃത്യമായിട്ട് ദിവസാടിസ്ഥാനത്തിലോ മാസാടിസ്ഥാനത്തിലോ എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി നിങ്ങൾക്കും ഉണ്ടൊരു പ്രതിബദ്ധത. നിങ്ങളും അത് ചെയ്യണം. വാർത്തകൾ കൊടുക്കുന്നതല്ല, പ്രതിവിധി, സൊല്യൂഷൻ. അതെ, അതും സൊല്യൂഷനും സജസ്റ്റ് ചെയ്യണം. ഇതൊരു സൊല്യൂട്ടറി മെത്തേഡാണ്. അത് ചെയ്യും. അപ്പോൾ പിന്നെ അവർക്ക് കുടിശ്ശികയൊന്നും വരത്തില്ല. കുടിശ്ശിക വരുന്നോണ്ടല്ലേ കടം വാങ്ങുന്നത്. നോക്കട്ടെ.